അപ്പോൾ ഇന്ന് നിങ്ങൾ അറിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞൂടാ. നമ്മൾ ഇപ്പോൾ ആരും വിളിച്ചാലും ആരും വരാൻ പോകുന്നില്ല. നമ്മളൊരു കാർ ഷോറൂം ഡീലർഷിപ്പ് ഓപ്പൺ ആക്കിയായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. എന്നായാലും ഡീലർഷിപ്പിലോട്ട് പോയിട്ട് ബാക്കി എന്നായാലും കാണാം. നേരെ പോകണം. ഇതിന് മുമ്പേ ഒന്ന് വെയിറ്റ് ചെയ്യണം, ഇച്ചിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒരു കാര്യമുണ്ട്, അപ്പം അതിനെ ഒന്ന് വരണം. പക്ഷെ അപ്പം നമ്മൾ കുറച്ച് നേരം എടുക്കും അങ്ങോട്ടില്ല. അതിന് മുമ്പേ നമ്മുടെ ഒരു ഫ്രണ്ട് ഡീലർഷിപ്പിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ടേ, നമ്മുടെ ഡീലർഷിപ്പിൻ്റെ അടുത്തോട്ട് വരാമെന്ന് പറഞ്ഞ്. കാരണം അവനൊരു പുത്തനായിട്ട് വണ്ടി എടുത്തു. അവൻ്റെ പേര് കിംസെറ്റ് ടർബോ. ഓക്കെ, അവനപ്പോൾ പുതിയതായിട്ട് വണ്ടി എടുത്തു. ആ വണ്ടി ഒന്ന് മോഡിഫൈഡ് ചെയ്യണം, വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അവിടെ ചെന്നിട്ട് എന്നാലും കാര്യങ്ങളും പറഞ്ഞ് ആ വണ്ടി ഒന്ന് കണ്ടിട്ട് വേണം. വണ്ടി കാണുമ്പോഴേ നമുക്കറിയുള്ളൂ എന്തൊക്കെ ടൈപ്പ് മോഡിഫിക്കേഷൻസ് ചെയ്യണമെന്ന്. ഓക്കെ, നമ്മുടെ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഡീലർഷിപ്പിലോട്ട് എത്തിയിട്ടുണ്ട്. ഡീലർഷിപ്പ് ഇങ്ങോട്ടാണ്. നമ്മൾ ഈ സ്ഥലം വാങ്ങുമായിരുന്നു. ഏകദേശം ഒരു നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കുറച്ച് പൈസ പൊട്ടി. ഒരു 40 20 സംതിങ് ലക്ഷം കണ്ടേ പൊട്ടിയിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ സ്ഥലം. ഇവിടെ അങ്ങ് വണ്ടി നിർത്താവേ. അങ്ങനെ നമ്മൾ നമ്മുടെ ഷോറൂമിൻ്റെ അങ്ങോട്ടും കാര്യങ്ങളാണ് ഇപ്പം എത്തിയിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ ഷോറൂമിൻ്റെ ഇവിടെ നിൽക്കാവേ. ആരെങ്കിലും വരുന്നിടം വരെ നമുക്ക് നടുക്കില്ല. ഇതിൻ്റെ ഉള്ളിൽ അവൻ വരട്ടെ, ആരും വരുന്നിടം വരെ നമുക്കിവിടെ നിൽക്കാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ നിൽക്കാവേ. അവൻ വരട്ടെ, ആരും വരട്ടെ. നമ്മൾ കുറേ നേരമായി ഇവിടെ നിൽക്കുന്നു കേട്ടോ. അവൻ വരുന്നൊന്നുമില്ല. ഗൈസ് മാപ്പിലോട്ട് ഓടിക്കേ. മാപ്പിലാണോ റിയലായിട്ട് ആരോ വരുന്നുണ്ടോ? സാറും കൂടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഗൈസ് ആരോ വരുന്നുണ്ടോ? നമ്മളിങ്ങോട്ടാണ് നിൽക്കുന്നത്. പുറകിൽ കൂടെ വരുന്നുണ്ട്. നമ്മുടെ വണ്ടിയുടെ അടുത്തെത്തി ഗൈസ്. അവൻ വണ്ടിയുടെ അടുത്തെത്തി. ഇതാരാന്നല്ല വിടുകയില്ല. ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടൊക്കെ നിർത്തി ഇടുന്നെന്ന് വെച്ചിട്ട് അവൻ ഇറങ്ങി വരുന്നുണ്ട്. എന്നാലും അങ്ങോട്ട് ചെന്ന് നോക്കണം. ഇങ്ങോട്ട് വരട്ടെ, വേണമെങ്കിൽ വരട്ടെ. ഇവനെ ഞാൻ എവിടെയോ ഇത് കിംസെറ്റ് ടർബോ അല്ലേ? കിംസെറ്റ് ടർബോ തന്നെ. ഇവനെ കയറതെ. എത്ര നാളായുടെ കണ്ടിട്ട്. സുഖം തന്നെ മച്ചാ, നമുക്ക് സുഖം തന്നെയാണ് ബ്രോ. പിന്നെ ഞാൻ പറഞ്ഞ വണ്ടി അതാണ്. വണ്ടി എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി ഫ്രണ്ട് ബമ്പറെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം ബ്രോ. ഓക്കെ ബ്രോ, നമ്മളെല്ലാം ചെയ്തേക്കാം. അപ്പം ഇനി എന്നാൽ ബ്രോ വണ്ടി ഒന്ന് സെല്ല് ചെയ്യുമോ? അതാകുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമായിട്ട് നടത്തായിരുന്നു. ബ്രോ പിന്നെ ഞാൻ സെല്ലൊക്കെ ചെയ്യാം. കൂടാതെ ബ്രോ പിന്നെ കൺഗ്രാജുലേഷൻസ്. പിന്നെ ഈ ഒരു ഇത് ഓപ്പൺ ആക്കി ഇങ്ങനെ കൺഗ്രാജുലേഷൻസ് അല്ല, കൺഗ്രാജുലേഷൻസ്. എന്തെങ്കിലും പറ്റേ ബ്രോ. ഇപ്പം വണ്ടി നമുക്ക് കൈ കിട്ടിയാൽ മതി. ആടാ, ശരി. ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. വണ്ടി നീ സെല്ലാക്കി നീ പോയിക്കോ. ഓക്കെ, സെറ്റല്ലേ? ബ്രോ സെറ്റ് ഞാൻ ഒന്ന് സെല്ല് ചെയ്തോട്ടെ ബ്രോ. അപ്പോൾ ഇവനാണ് നമ്മൾ പറഞ്ഞ കിംസെറ്റ് ടർബോ. ഓക്കെ, ഇവൻ നല്ലതായിട്ട് ഞാനായിരുന്നു. ഇവൻ അത്യാവശ്യം നല്ല രീതിയൊക്കെ വണ്ടിയിൽ ഓടിക്കാറിയും. കൂടാതെ ഇവൻ പുതിയതായിട്ട് ഗെയിമിലോട്ട് വന്നവനാണ്. അതെ ഞാൻ പുതിയതായിട്ട് വന്നതാണ്. സോ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇൻസ്റ്റഗ്രാമിൽ ഇത് ഇടുവാണെങ്കിൽ ഡു ഫോളോ. ഓക്കെ, അത്രയേ ഉള്ളൂ മോനെ. പവർ. ഓക്കെ, പവർ. ഓക്കെ ബ്രോ. അവൻ എന്നായാലും അത്രയും പറഞ്ഞല്ലേ, ഒന്ന് ഇതാക്കിയൊക്കെ. ഓക്കെ ഗൈസ്, അവൻ സെല്ലാക്കിയിട്ടുണ്ട് നമ്മൾക്ക് വണ്ടി. ഓക്കെ, നമ്മൾ വണ്ടിയും കാര്യങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് അവൻ്റെ വണ്ടി എന്നാലും കാണാൻ പോകും. നീ വരുന്നില്ലേ? ബാടാ. ഓ ബ്രോ, ഞാൻ വരുന്നു. പിന്നെ നീ വരണ്ടേ? നിൻ്റെ വണ്ടി കാണാനല്ലേ നീ വരാതെ? ബ്രോ വരുന്നു. ഇവനെന്നെക്കാളും ഫ്രണ്ടിൽ പോവുമല്ലോ ബ്രോ. ഇപ്പോൾ ഇതാണ് വണ്ടി. ഓക്കെ മോൻ, ഇതാണോ വണ്ടി? ഈ വണ്ടിക്ക് എന്നാടാ പണിയുണ്ട്? ഇതിന് ഒരാവശ്യമില്ലടാ ബ്രോ. സീരിയസ് ആണ് കേട്ടോ, സീരിയസ്. ഓക്കെ, ബി സീരിയസ്. അത് പിന്നെ ഒന്ന് ക്ഷമിക്കുക.
വണ്ടി പ്രശ്നമുണ്ട് നല്ല രീതിയിൽ. എടാ ബോണറ്റ് ഒന്ന് തുറന്നിട്ടടാ. ബോണറ്റ് തുറന്നിടാം. ബോണറ്റ് നമ്മൾ തുറന്നിടാം. ബോണറ്റ് നമ്മൾ ഇപ്പോൾ തന്നെ തുറന്നിടുന്നതായിരിക്കും. എടാ പറഞ്ഞിരിക്കാതെ നീ ഒന്ന് തുറന്നിട്ടേ. ഇവരെങ്ങോട്ടീ കയറി പോന്നേ? ഉള്ളിൽ പോന്നു. അത് ചേട്ടാ ഒരു മിനിറ്റ്. ആണോ എന്നാൽ ഇറങ്ങി വന്നിട്ട് ഈ ബോണറ്റ് ഒന്ന് തുറന്നു കേടാ. ബോണറ്റ് അത് ഞാൻ നേരത്തെ വന്നപ്പോൾ ബോണറ്റ് തുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ബോണറ്റ് തുറക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഏടാ മോൻ എങ്ങനെയായാലും നല്ല വണ്ടി കേട്ടോടുത്ത് ഇതിൻ്റെ ചുറ്റിക്കളിക്കുന്നു ഇങ്ങോട്ട് തോന്നി. അത് പിന്നെ ചേട്ടാ വണ്ടി ഒന്നും ശരിക്കും നമ്മളൊന്നും നോക്കിയതല്ലേ പറയാം. അപ്പം നീ എന്നെ കൂട്ടുവാണിരുന്നെങ്കിൽ നമുക്ക് പോയി എടുക്കാമായിരുന്നില്ല നല്ല രീതിയിൽ. അത് പിന്നെ ചേട്ടാ അടുത്തൊരു ദിവസം നമുക്ക് നോക്കാം. ചേട്ടനെ കൊണ്ട് ഞാൻ പോത്തോ ഉള്ളൂ. ഓക്കെ ഞാൻ ഓക്കെ. ഞാനും പോയിക്കോ. അല്ലെങ്കിൽ നീ വണ്ടി ഇവിടെ കയറ്റിയിടും, അതോ നീ വണ്ടി ഇവിടെ കയറ്റിയിട്ടിരുന്നാലും പോയിക്കോളൂ നീ. ഓക്കെ ചേട്ടാ ഓക്കെ. ഇതിപ്പോൾ എൻ്റെ ഇതിലോട്ട് വന്ന് കാണൂടാ. എൻ്റെ ഇതിലോട്ട് വന്ന് കാണും. ഇതിലോട്ടാ ചേട്ടാ? എടാ എൻ്റെ മറ്റേ എൻ്റെ ഗ്യാരേജിലോട്ട് വണ്ടിയും കാര്യങ്ങളും വന്നു. നീ വണ്ടി എടുത്തുകൊണ്ട് പോയിക്കോ. ഞാൻ വണ്ടി എടുത്തുകൊണ്ട് എൻ്റെ ഗ്യാരേജില്ലേ അതിനകത്ത് കൊണ്ടിട്ടു. ഓക്കെ ഞാൻ എടുത്തോളാം വണ്ടി, ഞാൻ എടുത്തോളാം. എന്നിട്ട് നമ്മൾ പണി എൻ്റെ മറ്റേ ഇവിടെ ഒരു ഇതും കൂടെ ഉണ്ടാക്കിയായിരുന്നടാ, നമ്മളൊരു സർവീസ് സെൻറ്റർ. അവിടെ ചെന്ന് ഫുള്ളും കൂടി വീടാ. ഓക്കെ ചേട്ടാ ഓക്കെ. എന്നാൽ ഞാൻ പോവാണേ ചേട്ടാ. ആടാ നീ എന്നാ ഇറങ്ങിക്കോ. ശരി എന്നാടാ. ശരി ചേട്ടാ ബൈ. അപ്പം എന്നാലും അവൻ കാര്യങ്ങളും നമ്മുടെ അടുത്ത് വന്നിട്ട് വണ്ടിയും കാര്യങ്ങളും തന്നിട്ടുണ്ട്. നിങ്ങളുണ്ടല്ലോ അത്. ബട്ട് ഞാൻ അവൻ്റെ അടുത്ത് നല്ലതാണെന്ന് പറഞ്ഞെങ്കിലും ആക്ച്വലി ഇച്ചിരി ബാഡാണ് അത് വണ്ടിയുടെ ഫ്രണ്ട് ഫുള്ളും. എന്നാലും നമ്മുടെ സർവീസ് സെൻറ്റർ വരെ ഒന്ന് പോയി ഒന്ന് നോക്കണം. ഓക്കെ സർവീസ് സെൻറ്ററില്ല നമ്മുടെ പണിയെല്ലാം നടക്കുന്നത്. ഓക്കെ നമുക്കെല്ലാം ഈ വണ്ടി കൊണ്ട് സർവീസ് സെൻറ്ററിൽ ഓക്കെ ആണോ എന്ന് പോയി നോക്കണ്ടേ. ഫസ്റ്റ് ഓട്ടം കിട്ടിയേ അവൻ തന്നെ വന്ന് നമുക്ക് ഫസ്റ്റായിട്ട് ഓട്ടം തന്നിട്ടുണ്ട്. അതിനൊരു നല്ല കാര്യമായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. നമുക്കിങ്ങനെ നേരെ നമ്മുടെ സർവീസ് സെൻറ്ററിൽ നോക്കാം. ഈ പോകുന്ന വഴിക്ക് എനിക്ക് തോന്നുന്നു അവൻ ഇവിടെ ഈ സർവീസ് സെൻറ്ററിൽ ചോദിച്ചെന്ന് തോന്നുന്നു. കാരണം നമ്മൾ മാപ്പിൽ നോക്കിയപ്പോൾ അവൻ അവിടെ നിന്നല്ലേ വരുന്നതുണ്ട്. ആ സർവീസ് സെൻറ്ററിൽ അവരെടുക്കത്തില്ല. അത് എനിക്കും പലവർക്കും അറിയാമല്ലോ. ആ സർവീസ് സെൻറ്ററിൽ റിപ്പയറിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സർവീസ് സെൻറ്റർ വരുന്ന പോയി നോക്കുവാണ്. സർവീസ് സെൻറ്റർ ദേ ഇവിടെ ആയിട്ടാണ്. അയ്യോ ഗൈസ്, പിന്നെ പുതിയ അപ്ഡേറ്റിൽ വേറെ എന്തോ സംഭവം വന്നല്ലോ ഗൈസ്. പുതിയ അപ്ഡേറ്റിൽ എവിടെ വന്നേന്ന് ചോദിച്ചാൽ ഗൈസ് എവിടെ വണ്ടിയാണെങ്കിൽ ഇത് ഇവിടെ ഇവിടൊക്കെ ഇതോ ഇവിടെ ഇതുണ്ടോ? നമുക്ക് ഈ സ്ഥലം അങ്ങ് വാങ്ങിയാലോ, എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് കളഞ്ഞാലോ. നമ്മൾ സർവീസ് സെൻറ്ററും എടുത്താൽ നമ്മൾ ഇവിടെ വാങ്ങാൻ പോവാണ്. അപ്പം നാളത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടെ മുതലായിരിക്കും ഇത് വിൽക്കാൻ പോവാണ്. എന്നിട്ട് ഇതെടുക്കാം. നമുക്ക് അവനെ ഒന്ന് വിളിച്ച് പറയണമല്ലോ. കോളില്ലേ ഈ ഫോണിനകത്ത്? അവനാലും വിളിച്ച് പറയാം. ഓക്കെ ഹലോ ടർബോ. ബ്രോ പറ ബ്രോ. എടാ ഞാൻ നേരത്തെ നീ വന്നില്ലായിരുന്നു എൻ്റെ ഷോറൂമിൻ്റെ അവിടെ? വന്നു. എന്നാ പറ്റി? നമ്മൾ അവിടെ നിന്ന് മാറ്റിയേ ഷോറൂം അവിടുത്തെ സെല്ലാക്കിയതേ. ഒരു പച്ച ഹോട്ടലിൻ്റെ അവിടെ ആക്കി. നമ്മുടെ സർവീസ് സെൻറ്റർ നിന്നെ കാണിച്ചിട്ടുണ്ടല്ലേ, ഞാൻ കാണിച്ചിരുന്നു. അപ്പം അതായിരുന്നു. അപ്പം അവിടുന്ന് കുറച്ച് പച്ച അവിടെ ആയിട്ട് ഒരു ഇതുണ്ടല്ലോ, അതാണോ നിങ്ങൾ എടുക്കാൻ പോകുന്നത്? അത് തന്നെ. ഓക്കെ നാളെ മുതൽ നീ അങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ കേട്ടോ ഗൈസ്. അപ്പം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഗൈസ്, ഇത് കൊള്ളാലോ. സൂപ്പർ മാർക്കറ്റിന് തൊട്ടടുത്തായിട്ട് കാർ ഷോറൂം. ഗൈസ് ഇത് മതി കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ സർവീസ് സെൻറ്ററും കാര്യങ്ങളും ഞാൻ പറഞ്ഞ ഇച്ചിരി ഫ്രണ്ടിലാണ്. എന്നാലും നമ്മളിവിടെ വാങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ നാളെ മുതൽ ഇതായിരിക്കും നമ്മുടെ ഷോറൂം. നമ്മുടെ സർവീസ് സെൻറ്ററിലോട്ട് പോവുകയാണേ. പക്ഷേ ഇവിടുന്ന് ഇച്ചിരി വൈഡ് ഓപ്പണിംഗ് ഒന്നും ഇല്ലേ. ഈ സാധനമൊക്കെ എന്തിനാ ഇവരിങ്ങനെ കൊണ്ട് വെക്കണമല്ലോ. വേസ്റ്റൊക്കെ പുറത്ത് ചെയ്യുന്നുണ്ട്.
നമ്മുടെ സർവീസ് സെൻ്റർ എത്തി. ഇതാണ് നമ്മുടെ സർവീസ് സെൻ്റർ. ഓക്കെ, മറ്റേ വണ്ടിയും കാര്യങ്ങളൊന്ന് പണിയണം. അപ്പോൾ നമ്മൾ മറ്റേ വണ്ടിയും കാര്യങ്ങളും നമുക്ക് എന്നാലും ഇവിടുന്ന് നമ്മുടെ ഗ്യാരേജിൽ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവരട്ടെ. വെയിറ്റ് ഫോർ ദാറ്റ്. ആ വണ്ടി ഗ്യാരേജിൽ വെച്ചൊന്ന് പണിഞ്ഞായിരുന്നു. ഗ്യാരേജിൽ വെച്ച് ചെറുതായിട്ടും കാര്യങ്ങൾ പണിഞ്ഞെടുത്തു. അവൻ്റെ റിയാക്ഷൻ കാര്യങ്ങൾ തന്നെ നോക്കാം. അതിനായി അവനൊന്ന് വിളിക്കാം. അപ്പോൾ അല്ല ഇച്ചിരി കഴിഞ്ഞ് വിളിച്ചാലും മതി. ബട്ട് നമ്മൾ എന്നാലും മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ, മേക്ക് ഇറ്റ് ഫാസ്റ്റർ. അപ്പോൾ ഗൈസ് അവൻ എന്നാലും ജോയിൻ ആട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അവന് ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു, ഈ വീഡിയോ സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പേ നമ്മൾ അവനെ വിളിച്ച് പറഞ്ഞായിരുന്നു, എടാ വണ്ടി സെറ്റായിട്ടുണ്ട്, കയറി വരാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, എടാ ഇത്ര പെട്ടെന്ന് എടാ വരാടാ, ലുക്കൊന്നും എനിക്കും ഒന്നും കാണണമെന്നും പറഞ്ഞു വന്നായിരുന്നു. അപ്പം നമ്മളവിടെ എത്തി. അവനും കൂടെ ജോയിൻ ആയിട്ട് വരാം. അതായത് ബോണറ്റ് ഓപ്പൺ ആക്കാൻ പറഞ്ഞപ്പോൾ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇതെന്തിനും ഇവനെ ഓപ്പൺ ആക്കാഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും അവൻ ജോയിൻ ആയിട്ടുണ്ട്. അവനെ ഇനി വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാവേ. അവൻ വന്നു കഴിഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യാവേ. നോക്കിയാലും കാര്യങ്ങളും അറിയാം. അതെ, അവൻ അവിടെ കിടന്ന് കറങ്ങി കളിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരാനുള്ളതിന് അവൻ അവിടെ കറങ്ങി കളിക്കണമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഒന്ന് ഇൻറ്റീരിയർ വ്യൂ എടുത്തോട്ടെ. ഇൻറ്റീരിയർ ശിവൻ എങ്ങോട്ട് കൊണ്ടിരിക്കുന്നത് ഒരു പിടുത്തമില്ല. ഗൈസ് ഇവൻ എങ്ങോട്ടോ കൊണ്ട് ഇടിപ്പിക്കുന്നുണ്ട്. അവൻ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അയ്യോ, ഒന്നാമത് ലാഗാണ്. ഓക്കെ, ഒന്നാമത് ലാഗ് എടുക്കുന്നു. ലാഗൊന്ന് പോയി എനിക്കൊന്ന് അവനവിടെ വണ്ടി പാർക്ക് ചെയ്തു. ആ വണ്ടി പാർക്ക് ചെയ്തില്ല, വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരാൻ അവിടെ വരാം ഗൈസ്. അപ്പോൾ അവൻ ദേ നടന്നും കാര്യങ്ങളും വരുന്നുണ്ട്. നോക്കൂ, അവൻ ഈ വണ്ടി എന്നെ കണ്ട് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവൻ്റെ വീണ്ടും കാര്യങ്ങളും തന്നെ അവൻ എന്നെ ഗൈസ് ഇങ്ങോട്ട് കയറാൻ പറ്റാത്തത്. കയറി വരുന്നുണ്ട്. ഈ ഗൈസ് ലാഗടി കൂടി. ഓക്കെ, ലാഗടി കൂടിയിട്ടുണ്ട്. അവൻ്റെ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയായിരുന്നു. ഹലോടാ, അപ്പോൾ വണ്ടി എങ്ങനെ ഉണ്ട്? എടാ ഞാൻ ശരിക്കും കണ്ടില്ല, ഞാൻ നോക്കിക്കോട്ടെ. അവിടെ നോക്ക് എന്നിട്ട് മതി ഗൈസ്. അവൻ വണ്ടി നോക്കട്ടെ എന്നാണ്. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാലും ഇങ്ങനെ. പക്ഷെ ഇവിടെ ശരിക്കും മണ്ടയ്ക്കോട്ട് നിങ്ങൾ തടി കണ്ടാൽ അറിയാം. ഇതെന്നെ നടക്കുക. വണ്ടി നോക്കുവാണോ? നോക്കില്ല, അവൻ നോക്കട്ടെ. അവൻ്റെ ഇഷ്ടമല്ലേ, അവൻ്റെ ഇഷ്ടത്തിൽ. ഗൈസ് അവൻ ഇങ്ങോട്ടാണ്, എങ്ങോട്ടോ വരുന്നുണ്ട്. എടാ എനിക്ക് വണ്ടി ഒത്ര ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. നീ എന്നെ പണിയിലടക്കുവാണെങ്കിൽ സെറ്റ് സാധനം. നമ്മളങ്ങനെയാണ് എല്ലാം നമ്മൾ നല്ല പണിഞ്ഞ് വൃത്തിയാക്കി കൊടുക്കും. ഇതാണ് നമ്മളെ. എടാ ഇനിയും മുതൽ ഇതാണ് നമ്മുടെ സ്ഥലമേ, മറക്കരുത്. എങ്ങനെ വണ്ടി എന്നാലും ഇഷ്ടപ്പെട്ടോ? അത് പിന്നെ ഇഷ്ടപ്പെടാതെ ഇരിക്കുമോ? എനിക്ക് ഇഷ്ടപ്പെട്ട, നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. എടാ പിന്നെ എങ്ങനെ വണ്ടി എടുക്കുന്നു, പിന്നെ സെല്ല് ചെയ്യുന്നു? അത് പിന്നെ നീ സെല്ല് ചെയ്തേക്കടാ. എന്നാൽ സെല്ല് ചെയ്യടാ. സെല്ല് അവൻ ചെയ്യാനാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഫ്രീ കാരണം ഇവനായതുകൊണ്ടാണ്. എൻ്റെ പൈസ ഇല്ല. പൈസ ഉണ്ടോ എന്ന് ചോദിക്കട്ടെ. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായാലും. എടാ നിൻ്റെ പൈസ ഉണ്ടോടാ? ഇവൻ എൻ്റെ അടുത്ത് പൈസ ചോദിക്കുന്നല്ലോ. എന്തിനാടാ? അത് പിന്നെ ശരി നാരങ്ങ വെള്ളം കുടിക്കാനാ. എത്ര രൂപയുണ്ട് നിൻ്റെ? അത് പിന്നെ പറടാ ഇങ്ങോട്ട്, ചുമ്മാ ഇരിക്കാതെ. എൻ്റെ ഒരു 5000 ഉണ്ടോ? 5000 ഇരുന്നിട്ടാണോ? എനിക്കൊരു 1000 രൂപ ഈ വണ്ടി വാങ്ങി. അടാ 1000 രൂപയൊക്കെ ഇച്ചിരി കുറവല്ലേ? ഒരു 2000 പോരെ? 2000 എങ്കിൽ 2000 എടുക്ക്. പിന്നെ നമുക്ക് തരാമല്ലോ. ഞാൻ നിനക്ക് ഇപ്പം അയച്ചു തരാം. ഒന്ന് വെയിറ്റ് ചെയ്യണേ. വെയിറ്റ് ചെയ്യാം ഗ്യാസ്. അപ്പോൾ അവൻ നമ്മളെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് വെയിറ്റ് ചെയ്യാനാണ്. അത് അവൻ അയക്കോ അതിന്. അവൻ 2000 ഇതിലോട്ട് വാങ്ങിച്ചിട്ടില്ല. എന്താണ് ഗൈസ്? എടാ ഇന്നെങ്ങാനും അയക്കുമോ? എടാ ഇന്നെങ്ങാനും ഒന്ന് അയക്കുമോടാ? എടാ ഒന്ന് വെയിറ്റ് ചെയ്യണം, ഞാൻ ഇപ്പം അയക്കാം. എന്നൊന്ന് പെട്ടെന്ന് അയച്ചേ കേട്ടോ. പെട്ടെന്ന് അയച്ചില്ല, പെട്ടെന്ന് അയച്ചോ. ഇല്ലേ ഇവൻ എന്നെ അയക്കുക. ഗൈസ് വന്നിട്ടുണ്ട്. വാങ്ങി ഇനി വണ്ടി എടുത്തോണ്ട് പോയിക്കോ. ഓക്കെ, വണ്ടി എടുത്തോണ്ട് പോയിക്കോ. ഞാൻ നിനക്ക് വണ്ടി അങ്ങ് സെല്ല് ചെയ്യാം. 1 മിനിറ്റ് ഗൈസ്.